മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിൽ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനമാണ്. ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളർക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ജനത മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി വലിയ നാശം ജീവിതത്തിൽ ഏറ്റുവാങ്ങുക. ദൈവത്തിനെതിരെ പിറുപിറുത്തതിൻ്റെ ഫലമായിട്ട് ദൈവകോപവും ദൈവശാപവും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ജനത. ഈ ജനത വലിയ പ്രതീക്ഷയോടെയാണ്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 33-ഉം 34-ഉം തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും, ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും, ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും. പ്രിയപ്പെട്ടവരെ, തളിർത്തു നിൽക്കുന്ന, മുടിചൂടി നിൽക്കുന്ന വൃക്ഷത്തെ ദൈവം വെട്ടി ഒതുക്കും, വെട്ടി നശിപ്പിക്കും എന്ന് പറയുകയാണ്. എന്നിട്ടാണ് അടുത്ത വചനത്തിൽ പറയുന്നത്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. എല്ലാം തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവം ഒരു കൊമ്പുയർത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാം തീർന്നു എന്ന് കരുതി നീ നിൽക്കാറില്ലേ? ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ ചില പ്രവൃത്തികളുടെ ഫലമായിട്ട് ചില ദുരിതങ്ങളും ദുരന്തങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഇടയിൽ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് രോഗങ്ങളോ കഷ്ടപ്പാടുകളോ പ്രതിസന്ധികളോ കടന്നു വരാറുണ്ട്. പലപ്പോഴും നീ ചിന്തിക്കാറുണ്ട്, എല്ലാം തീർന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നീ പോലും ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തീർന്നു എന്നുള്ളതായിരിക്കാം. ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഒരു ഉയർപ്പില്ല, മുന്നോട്ട് ജീവിതത്തിൽ ഒരു വിജയമില്ല, എല്ലാം തീർന്നു. ഇങ്ങനെ നിരാശയോടെ ഇരിക്കുന്ന നിനക്ക് ദൈവം നൽകുന്ന വലിയ ശക്തമായിട്ടുള്ള സന്ദേശമാണ്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും. തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവം ഒരു കൊമ്പുയർത്തും. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൽ എല്ലാം തീർന്നു എന്ന് കരുതി നീ ഇരിക്കുകയാണോ? നീ പ്രത്യാശയോടെ ദൈവത്തിലേക്ക് നോക്കിയാൽ ഈ എല്ലാം തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവം നിനക്ക് ഒരു ഉയർപ്പ് തരുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ദൈവം നിന്റെ ജീവിതത്തെ ഉയർത്തും. ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ നൽകും. തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവം ആരംഭിക്കും. പ്രത്യാശയോടെ ദൈവത്തിലേക്ക് നോക്കുക. അതുപോലെ തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളുക, മനുഷ്യ വീഴ്ചയുടെ നിമിഷങ്ങളിൽ രക്ഷയുടെ വിത്ത് ദൈവം വിതയ്ക്കും. ഒരുപക്ഷെ നീ പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണോ? ഇന്ന് ലോകം മുഴുവനും തിന്മയ്ക്ക് കീഴിൽ കിടക്കുന്ന ഒരവസ്ഥയിലാണോ? തിരിച്ചറിഞ്ഞുകൊള്ളുക, ഈ വീഴ്ചയുടെ നിമിഷത്തിൽ പോലും ദൈവത്തെ ഒന്ന് വിളിച്ചാൽ രക്ഷയുടെ വിത്ത് നിന്റെ ജീവിതത്തിൽ ദൈവം വിതയ്ക്കും. നിന്റെ മക്കളിലേക്ക് ദൈവം വിതയ്ക്കും. ലോകത്തിൽ ദൈവം വിതയ്ക്കും. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ പാപത്തിൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന ചില മക്കളുണ്ടാവാം. നിന്റെ മക്കളോ ജീവിത പങ്കാളിയോ സഹോദരങ്ങളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ആ പാപത്തിൽ അവർ തീർന്നു, ഇനി അവർക്ക് രക്ഷയില്ല എന്ന് കരുതുന്ന അവസ്ഥയിലാണോ നീ നിൽക്കുന്നത്? തിരിച്ചറിഞ്ഞുകൊള്ളുക, ആ വീഴ്ചയിൽ നിന്ന് ദൈവം ഒരു രക്ഷയുടെ വിത്ത് ഉയർത്തും. ഈ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. തകർച്ചകളിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കും. തീർന്നു എന്ന് തോന്നുന്നിടത്ത് നിന്ന് ദൈവം രക്ഷയുടെ കൊമ്പുയർത്തും. പ്രത്യാശയോടെ ഈ ദിവസത്തെ നമുക്ക് സമീപിക്കാം. ഇന്നേ ദിവസം എത്രമാത്രം നിരാശയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിലും
ഒരു പ്രത്യാശ അതിൽ നിന്ന് ഉയർത്തുവാനായിട്ട്, അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യാശയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ജീവിത വഴികളിലുള്ള എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും അകറ്റിക്കളയണമേ. ഇവരെ അനുഗ്രഹിക്കണം, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യാശയോടെ ജീവിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.